ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമക്കുക. എന്നാലേ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. കുഞ്ഞുകുട്ടികളുള്ള എല്ലാ വീടുകളിലും അത്യാവശ്യം വേണ്ട ഒന്നാണ് ഡയപ്പേഴ്സ്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ പല ടൈപ്പുള്ള ഡൈപ്പേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫേമസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് പാമ്പേഴ്സ്, ഹഗ്ഗീസ്, മാമി പോക്കോ പാൻസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഏത് ബ്രാൻഡിൻ്റെ ഡയപ്പേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ഈ 3 ഡൈപ്പേഴ്സിൽ മാമി പോക്കോ പാൻസിൻ്റെ മാത്രമാണ് അതിൽ എന്തോരം വെള്ളം അബ്സോർബ് ചെയ്യുന്നുള്ളൊരു കാൽക്കുലേഷൻ പോലെ കാണിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും എത്രയാണെന്നുള്ളതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടെസ്റ്റിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് മാമി പോക്കോ പാൻസിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എല്ലാ ബ്രാൻഡിൻ്റെയും മീഡിയം സൈസാണ്. അതിൽ മമ്മി പോക്കോ പാൻസിൽ മാത്രം 7 ഗ്ലാസ് വെള്ളം അബ്സോർബ് ചെയ്യുമെന്ന് കൊടുത്തിട്ടുണ്ട്. അത് 12 ഹവേഴ്സ്. അത് 1 ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് 40 മില്ലിയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്ന ഉജാല കലക്കിയ വെള്ളമാണ്. കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 100 ml ആണ് ആദ്യം ഒഴിക്കാൻ പോകുന്നത്. അങ്ങനെ 100 ml 2 തവണ ഒഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 75 ml ആയിട്ടാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ മാമി പോക്കോ പാൻസിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം 100 മില്ലി പാമ്പേഴ്സിലാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ആദ്യം ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് ഒഴിക്കുന്നത്. മൊത്തം അബ്സോർബായി പോയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാത്തിലും ഒഴിച്ചു നോക്കാം. ഇനി മാമി പോക്കോ പാൻസിൽ നമുക്ക് ഒഴിക്കാം. ഇതിലും അതുപോലെ തന്നെയാണ് ഒഴിക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് ഇതും മൊത്തം അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഹഗ്ഗീസിൽ ഒഴിക്കാം. ഹഗ്ഗീസിലും എല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ തവണ പാമ്പേഴ്സിൽ നമ്മൾ 100 മില്ലി ഒഴിക്കാൻ പോകുന്നു. അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ആദ്യം ഒഴിച്ചതിനേക്കാളും കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് അബ്സോർപ്ഷൻ വരുന്നത്. ഇനി അടുത്തത് മാമി പോക്കോ പാൻസിലാണ് ഒഴിക്കാൻ പോകുന്നത്. 100 ml. രണ്ടാം തവണ മമ്മി പോക്കോ പാൻസിൽ അബ്സോർപ്ഷൻ അതുപോലെ പാമ്പേഴ്സിൻ്റെ പോലെ തന്നെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. ഇനി രണ്ടാം തവണ ഹഗ്ഗീസിൽ ഒഴിക്കാൻ പോകുന്നു. രണ്ടാമത്തെ തവണ ഹഗ്ഗീസിൽ ഒഴിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ 75 ml ആണ് ഒഴിക്കാൻ പോകുന്നത്. പാമ്പേഴ്സിലാണ് ഒഴിക്കുന്നത്. അബ്സോർപ്ഷൻ ഭയങ്കര വൈകിയാണ് നടക്കുന്നത്. അടുത്തത് മമ്മി പോക്കോ പാൻസിൽ മൂന്നാമത്തെ തവണ 75 മില്ലി വീതം. അബ്സോർപ്ഷൻ മാമി പോക്കോ പാൻസ് പാമ്പേഴ്സിനേക്കാളും കുറച്ചും കൂടി സ്പീഡിൽ അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ട്. ഇനി ഒഴിക്കാൻ പോകുന്നത് ഹഗ്ഗീസിലാണ്. 75 ml ഹഗ്ഗീസിൽ ഒഴിക്കണം. മൂന്നാം തവണയായപ്പോൾ ഹഗ്ഗീസും കുറച്ച് സ്ലോ ആയിട്ടുണ്ട് അബ്സോർപ്ഷൻ്റെ കാര്യത്തിൽ. ഇനി ഇതിൽ വെറ്റ്നെസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് നോക്കാൻ പോണേണ്. ഇതിൽ ലീക്കേജ് ആയിട്ടുണ്ടാകും. നമ്മൾ ഒഴിച്ച ഉജാലയുടെ കളറ് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിലും ഇതേപോലെ നോക്കാം. ഇനി അടുത്തത് മാമി പോക്കോ പാൻസിൻ്റെ ആണ് നോക്കുന്നത്. കുറച്ച് കുറവാണ്. പാമ്പേഴ്സിനെറ്റിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി കുറവായിട്ടാണ് ഇതിൻ്റെ നമുക്ക് ആ ഒരു ഇത് കിട്ടിയിരിക്കുന്നത്.
അടുത്തത് ഹഗ്ഗീസിൻ്റെ ആണ്. ഹഗ്ഗീസിൻ്റെ ആണ് കുറച്ചും കൂടെ ഏറ്റവും കൂടുതൽ ഹഗ്ഗീസിൻ്റെ ആണ് നമുക്ക് കളറ് വന്നിരിക്കുന്നത്. വെറ്റ്നെസ് കൂടുതലുള്ളത് ഹഗ്ഗീസിനാണ് കൂടുതൽ വന്നിരിക്കുന്നത്. മാമി പോക്കോ പാൻസിനാണ് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ശ്രദ്ധിച്ച് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, പാമ്പേഴ്സിൽ നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ അത് ഈക്വലി എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടായിരുന്നു പോയത്. ഹഗ്ഗീസിൽ അല്ലെങ്കിൽ മാമി പോക്കോ പാൻസിൽ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലേക്കാണ് നമ്മൾ മൂന്നാമത് ഒഴിച്ചപ്പോൾ ആ വെള്ളം പോയത്. നേരത്തെ നമ്മൾ പ്രസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഹഗ്ഗീസിന് സൈഡിൽ ലീക്കേജ് ഉണ്ടായി, പാമ്പേഴ്സിനും 2 സൈഡിൽ ലീക്കേജ് ഉണ്ടായി. മാമി പോക്കോ പാൻസിന് ലീക്കേജ് വന്നില്ല. ഞങ്ങളുടെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ? അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമക്കുക. എന്നാലേ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.